കുട്ടികളെ, ഫസദ് ഗഞ്ചിൽ ഗോ കാർട്ട് പാർക്ക് തുടങ്ങാൻ പോവുകയാണ്. അവിടെ ഗോ കാർട്ടിംഗ് ഉണ്ടാവും. പിന്നെ അവർ തന്റെ ഗോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗോ കാർട്ട് റേസ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഈ റേസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെല്ലാം എന്റെ അടുത്ത് പേര് തരേണ്ടതാണ്. സാർ ഞാനുണ്ട്. ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം സാർ. തീർച്ചയായും ഞാൻ ഫസ്റ്റ് വരും. ഞാൻ എന്റെ ഗോ കാർട്ട് നല്ലപോലെ ഓടിക്കും. വണ്ടി ഗോ കാർട്ട് വളരെ കോസ്റ്റ്ലി ആണ്. അതൊന്നും സാധാരണ കാറല്ല. അതുകൊണ്ട് അവർ എല്ലാവർക്കും കാർ നൽകുന്നുണ്ട്. എന്റെ അച്ഛന്റെ കയ്യില് ഒരുപാട് കാശുണ്ട്. അദ്ദേഹം എനിക്ക് ഒരു പുതിയ ഗോ കാർട്ട് വാങ്ങിച്ചു തരും. ഓക്കെ. ഏതൊക്കെ കുട്ടികൾ ഗോ കാർട്ട് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു? അവർ പേര് കൊടുത്തോളൂ. സാർ, ഞാനും എമിലിയും ഈ ഗോ കാർട്ട് റേസിൽ പങ്കെടുക്കുന്നുണ്ട്. വേറെ ആരെല്ലാമാണ് ഈ റേസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത്? അവരെല്ലാം കൈയൊന്ന് പൊക്കിക്കേ. എന്റെ പ്രിയപ്പെട്ട അച്ഛാ, ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും നല്ല അച്ഛൻ നിങ്ങളാണ്. ഐ ലവ് യു അച്ഛാ. ഞാൻ വളരെ ലക്കിയാണ്. അതുകൊണ്ടല്ലേ എനിക്ക് നിങ്ങളെ അച്ഛനായി കിട്ടിയത്. സുഖിപ്പിച്ചത് മതി ബണ്ടി. നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് വേറെ ഒരുപാട് ജോലിയുണ്ട്. നീ കാര്യം പറ. അച്ഛാ, എനിക്കൊരു ഗോ കാർട്ട് വേണം. അതിനെന്താ നീ മേടിച്ചോ? എന്താ ഗോ കാർട്ടോ? പ്ലീസ് അച്ഛാ, പ്ലീസ്. എന്റെ പ്രിയപ്പെട്ട അച്ഛനല്ലേ, പ്ലീസ് അച്ഛാ. നല്ല അച്ഛനല്ലേ, പ്ലീസ് അച്ഛാ. പ്ലീസ് അച്ഛാ, പ്ലീസ്. എന്റെ പൊന്നച്ഛനല്ലേ, എനിക്കൊരു ഗോ കാർട്ട് വാങ്ങിച്ചാ. പ്ലീസ് അച്ഛാ, പ്ലീസ്. ഞാൻ ആ ഗോ കാർട്ട് റേസിൽ ഫസ്റ്റ് വരണം. അതിന് വേണ്ടിട്ടാ. ഓ യങ് ബോയ്, ഗോ കാർട്ട് റേസിൽ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലേ? അവരെ ഒരിക്കലും ഡിസ്കറേജ് ചെയ്യരുത്. അവന് നിങ്ങളെ ഒരു ഗോ കാർട്ട് വാങ്ങി കൊടുത്തേക്ക്. ഈ ഓൾഡ് മാനെ ഇതിനു മുമ്പ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ സാർ, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇങ്ങനെയൊന്നും നടക്കാറില്ല. ഒരു കുട്ടിയും ഇത്ര കോസ്റ്റ്ലി ആയ കാര്യങ്ങളൊന്നും ചോദിക്കാറുമില്ല. ഞാനുണ്ടല്ലോ, ഒരു ഗോ കാർട്ട് കമ്പനിയുടെ ഓണറാണ്. നിങ്ങളുടെ മകൻ പറഞ്ഞ ആ ഗോ കാർട്ട് റേസിന് വേണ്ടിയാണ് ഞാനും ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ യങ് ആൻഡ് ബ്രില്യന്റ് ആയ കുട്ടിക്ക് പുതിയൊരു ഗോ കാർട്ട് കൊടുക്കാൻ പോവുകയാണ്. പക്ഷേ റേസിന് ശേഷം നിങ്ങൾ അത് എനിക്ക് തന്നെ തിരികെ കൊണ്ട് തരേണ്ടതാണ്. താങ്ക് യു അങ്കിൾ, താങ്ക് യു. സോ നാളെ ഞാൻ ആ ഗോ കാർട്ട് റേസിൽ പുതിയ ഒരു ഗോ കാർട്ടുമായി എത്തുന്നതായിരിക്കും. നമുക്ക് അവിടെ വെച്ച് കാണാം. ആ ആളെ കാണാൻ ടിംബക്ടുവിനെ പോലെ ഉണ്ടല്ലോ, അല്ലേ എമിലി? യെസ്, യു ആർ റൈറ്റ്. അപ്പോൾ നമ്മളും ഒരു സ്പെഷ്യൽ ഗോ കാർട്ട് റെഡിയാക്കേണ്ടി വരും എമിലി. എന്ത് പ്രശ്നം വന്നാലും അത് നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഗോകാട്ടിൽ എപ്പോഴും ഒരു സീറ്റല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ നീ 2 സീറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനില്ലാതെ നീ റേസിൽ പങ്കെടുക്കൂല അല്ലേ? മാറി നിൽക്കും. വേറെ രണ്ടാമതൊരു സീറ്റ് ഉണ്ടാക്കിയത് എനിക്ക് വേണ്ടിട്ടാ. സോറി മൈ ഡിയർ ഫ്രണ്ട്സ്, ആ രണ്ടാമത്തെ സീറ്റ് എമിലിക്ക് വേണ്ടിയുള്ളത്.